നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണവം പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച ഹൈടെക് കെട്ടിടം ഫെബ്രുവരി 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്റ്റേഷനിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷത വഹിച്ചു. കണ്ണവം പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച ഹൈടെക് കെട്ടിടം ഫെബ്രുവരി 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്റ്റേഷനിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷത വഹിച്ചു. നടപ്പിലാക്കാൻ കഴിയണം. പരമാവധി ആളുകളെല്ലാം പൊതുജനങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് ഓൺലൈൻ ആണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ കൂടി നമുക്കിവിടെ മറ്റ് വിശിഷ്ടാധികാരികളും അതുപോലെ തന്നെ MLA സാന്നിധ്യം അതുപോലെ തന്നെ മറ്റ് അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും പിന്നെ നല്ല സ്ക്രീനും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ നമുക്ക് ഈ ചടങ്ങ് ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വരേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ സംഘാടക സമിതിയും തീരുമാനങ്ങൾ എടുക്കണമെന്ന് മാത്രം പറയാനുള്ളത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ KV ഉമേഷ്, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിജ, മുൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അശോകൻ, കണ്ണവം SI CC ലതീഷ് എന്നിവർ സംസാരിച്ചു. KK ശൈലജ MLA ചെയർമാനായും കണ്ണവം ഇൻസ്പെക്ടർ KV ഉമേഷ് കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. 2002 ജനുവരി 27-നാണ് കണ്ണവം നിലവിൽ പ്രവർത്തിക്കുന്ന കണ്ണവം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതിനുണ്ട്. അതിനുശേഷം ഈ ഒരു പരിമിതമായ സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത്. പിന്നീട് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും അതുപോലെ പഞ്ചായത്ത് അധികാരികൾ ഗ്രാമീണ തലങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സ്റ്റേഷന് ഭൂമി അനുവദിച്ചിട്ടത്. അതിനുശേഷം ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ പുതിയ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പണിത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സജ്ജമായിരിക്കുന്നത്. 2,49,00,000 രൂപയാണ് നിലവിലിപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ആ ബിൽഡിങ്ങിൽ എല്ലാവിധ സൗകര്യങ്ങളും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് സ്റ്റേഷൻ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 5-ാം തീയതി ബഹുമാനപ്പെട്ട എല്ലാ മുഖ്യമന്ത്രി അവർക്കും പോലീസ് സ്റ്റേഷൻ പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വഴി ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പോർഷനുണ്ട്. അപ്പോൾ അതുകൂടി പൂർത്തീകരിക്കുന്നതോടുകൂടിയിട്ട് സ്റ്റേഷനിലേക്കുള്ള ഗതാഗത പ്രശ്നം കൂടി പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും പരിമിതമായ സാഹചര്യങ്ങളിൽ 3 പഞ്ചായത്തുകളാണ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നത്. കോളയാട്, ചിറ്റാരിപ്പറമ്പ്, അതുപോലെ തന്നെ പാട്യം പഞ്ചായത്ത്. ഈ വരുന്ന അധികാര പരിധിയിൽ വരുന്ന സ്ഥലമാണ് സ്റ്റേഷൻ പരിധിയിലുള്ളത്. അപ്പോൾ പുതിയ സ്റ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം തീർച്ചയായിട്ടും നൽകാൻ പറ്റും. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യാൻ നല്ല ഒരു സ്പേസാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കൂടി തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മുമ്പ് പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഇല്ലാതൊരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള സ്റ്റേഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് നൽകാൻ പറ്റും. എന്നാലും പുതിയ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ മികവാർന്ന പ്രവർത്തനം സ്റ്റേഷൻ്റെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനങ്ങളായിട്ടും മറ്റു പ്രവർത്തനങ്ങളായിട്ടും നൽകാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 23 വർഷമായി കണ്ണവം പോലീസ് സ്റ്റേഷൻ ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കണ്ണവം വില്ലേജ് ഓഫീസിന് സമീപം വനം വകുപ്പ് വിട്ടു നൽകിയ 27 സെന്റ് സ്ഥലത്താണ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.